കറങ്ങാൻ പോകാൻ നേരം ഇതുപോലൊരു പണി കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും ഈ പ്രാവശ്യം കൂട്ടുകാരില്ല, വീട്ടുകാരുമായിട്ടൊരു കറക്കമാകാന്ന് വെച്ചു. അണ്ണച്ചിയും വൈഫും പെങ്ങളും എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഒരു കറക്കമായേക്കാന്ന് വെച്ചു. അങ്ങനെ വണ്ടി എടുത്തു. അവരുടെ വീടെത്തിയപ്പോഴത്തേക്കും പിള്ളേരിറങ്ങി വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അക്കച്ചിയും പിള്ളേരെ എല്ലാം വണ്ടിയിൽ കയറ്റി. അങ്ങനെ എല്ലാവരും വണ്ടി കയറി. ഇനി എങ്ങോട്ട് പോകുമെന്നുള്ള തീരുമാനത്തിലാണ്. നേരെ ഈരാറ്റുപേട്ട പോട്ടെ, അവിടെ ചെന്നൊരു ചായ കുടിക്കുമ്പം തീരുമാനമാവുന്നായി. അങ്ങനെ ഈരാറ്റുപേട്ടയ്ക്ക് പോകാൻ വണ്ടി എടുത്തപ്പോൾ ഇതേ കൂട്ടിക്ക് അജ്മൽ നിൽക്കുന്നു. അവനും അവൻ്റെ അത്തച്ചിയും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം അവരോട് അങ്ങനെ സംസാരിച്ചു. പിന്നെ അവിടുന്ന് ഇതേ നേരെ പേട്ടയ്ക്ക് പോയേക്കാന്ന് വെച്ച് വണ്ടി എടുത്തു. അങ്ങനെ എല്ലാവരും ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങി. എവിടെ പോകുമെന്നുള്ള കാര്യത്തിന് ഇതുവരെ തീരുമാനവുമായില്ല. അങ്ങനെ നേരെ ഈരാറ്റുപേട്ട എത്തി. അവിടെയുള്ളൊരു ബേക്കറി കയറി ചായക്ക് പറഞ്ഞു. തൊട്ടുപുറകെ ഓരോ കടികളും. അങ്ങനെ അവിടെ ഇരുന്ന് ചായയും കടിയെല്ലാം കഴിച്ചുകൊണ്ട് ആലോചന പിന്നെയും തുടങ്ങി. എവിടെ പോകണമെന്നുള്ള ആലോചനയിൽ കഴിക്കുന്ന കടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. എന്തായാലും ബില്ല് വന്നപ്പോഴത്തേക്കുമാണ് നമുക്കത് മനസ്സിലായത്. അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞ് അവിടുത്തെ ബില്ലും കൊടുത്ത് പുറത്തിറങ്ങി നേരെ വണ്ടി കയറി. അപ്പോഴത്തേക്കും ഒരു തീരുമാനമായി, ഇല്ലിക്കക്കല്ലിന് പോയേക്കാന്ന്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. വണ്ടി നേരെ വിട്ടു ഇല്ലിക്കക്കല്ലിന്. കാലാവസ്ഥയാണെങ്കിൽ ഈ പ്രാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും വെയിലില്ല, ചെറിയൊരു മൂടിയ അന്തരീക്ഷവും. സാധാരണ ടീംസായിട്ട് കറങ്ങാൻ ഇറങ്ങുമ്പോൾ ഒരു മഴ പതിവാണ്. ഈ പ്രാവശ്യം എന്തായാലും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പം മുന്നോട്ട് ചെല്ലുമ്പോൾ അറിയാം മഴ പെയ്യുവോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് വെച്ച് നമ്മളങ്ങ് പോയി. പോകുന്ന വഴിക്ക് മഴ പെയ്ത് മാറിയെന്നാണ് തോന്നുന്നത്. റോഡൊക്കെ ആണെങ്കിൽ നനഞ്ഞു കിടപ്പുണ്ട്. ദൂരെ മലയുടെ മുകളിലാണെങ്കിൽ കോടയും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതേ ഇല്ലിക്കക്കല്ലിന്റെ താഴെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് പണി പാളിയ കാര്യം നമുക്ക് മനസ്സിലായത്. കയറുന്ന എൻട്രൻസിന്റെ അവിടെ തന്നെ ആണെങ്കിൽ ഇതേ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അവിടെ എന്തോ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അതൊന്ന് പോയി നോക്കി വായിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു. ചെന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. കാലാവസ്ഥ മോശമായതുകൊണ്ട് അതിന്റെ അകത്ത് കയറുന്നത് നിരോധിച്ചിരിക്കുന്നെന്ന്. പിന്നെ കലക്ടറിന്റെ ഓർഡറും കൂടെ ആയതുകൊണ്ട് വെറുതെ അതിക്രമിച്ച് കയറി പണി മേടിക്കണ്ടല്ലോ എന്ന് ആലോചിച്ച് ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്നു. പിന്നെ തിരിച്ചിതേ വണ്ടിയിലോട്ട് കയറി. ഇല്ലിക്കക്കല്ല് കാണാമെന്ന് പണി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. തൊട്ടടുത്ത് തന്നെ വാഗമണ്ണ്, അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിതേ വണ്ടി എടുത്തു. വാഗമണ്ണ് ചെന്നിട്ടറിയാം ഇനി അവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകുമെന്ന്.